വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 24-ാം ദിവസം. നസ്രത്തിലെ ജീവിതം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. പ്രകൃത്യാ പരിശുദ്ധ ത്രിത്വം സാമൂഹ്യ ജീവിതമാണ് നയിക്കുന്നത്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരും അതുപോലെ സാമൂഹ്യ ജീവിതത്തിലൂടെ വ്യക്തിവികാസവും പൂർണ്ണതയും പ്രാപിക്കണമെന്നാണ് ദൈവപരിപാലന. എല്ലാ മനുഷ്യരും അവരുടെ സാമൂഹ്യ ജീവിതം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബാന്തരീക്ഷം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ മാർ യൗസേപ്പ് നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ നാഥനായിട്ടാണ് സ്വജീവിതം നയിച്ചത്. പരിശുദ്ധ കന്യകയുടെയും ഉണ്ണിമിശിഹായുടെയും സാന്നിധ്യം ആ ചെറുഭവനത്തെ ഭൂമിയിലെ സ്വർഗമാക്കി പകർത്തി. തിരുക്കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ഐക്യത്തിലുമാണ് ജീവിച്ചത്. നരകുല പരിത്രാതാവായ ഈശോ മിശിഹ അവിടുത്തെ ഭൗമിക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹത്വം വ്യക്തമാക്കി. പരിശുദ്ധ കന്യക അവിടുത്തെ മണവാളനായ വിശുദ്ധ യൗസേപ്പിനോട് ഏറ്റവും നിർമ്മലമായ സ്നേഹം പുലർത്തി ഒരു മാതൃകാ ഭാര്യ, ഗൃഹനാഥ, മാതാവ് എന്നീ നിലകളിൽ വിശുദ്ധ യൗസേപ്പിനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഈശോ മാതൃകാപുത്രൻ എന്നുള്ള നിലയിൽ വിശുദ്ധ യൗസേപ്പിനെയും പരിശുദ്ധ കന്യകയെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തു. അപ്രകാരം അവിടെ ഏക ഹൃദയവും ഏക ആത്മാവുമായിരുന്നു. വിശുദ്ധ യൗസേപ്പ് തിരുക്കുടുംബനാഥൻ എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയുടെയും ദിവ്യകുമാരൻ്റെയും ജീവിതം ഏറ്റവും സൗഭാഗ്യകരമാക്കുവാൻ പരിശ്രമിച്ചു. അദ്ദേഹം വേല ചെയ്ത് നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അവരെ പോറ്റി കുടുംബത്തിൽ പരിപാവനമായ ഒരന്തരീക്ഷം പുലർത്തി. പരസ്പര സ്നേഹം, സേവനം, പ്രാർത്ഥന എന്നിവ തിരുക്കുടുംബത്തിൽ പരിപുഷ്ടമായി. കുടുംബമാണ് സമുദായത്തിൻ്റെ അസ്ഥിവാരം. കുടുംബങ്ങൾ ക്രൈസ്തവമാകുമ്പോൾ സമൂഹങ്ങളും ജനപദങ്ങളും ലോകം തന്നെയും ക്രൈസ്തവമാകും. നമ്മുടെ കുടുംബങ്ങളിൽ ക്രൈസ്തവമായ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകാമറിയവും ഈശോനാഥനും തിരുക്കുടുംബത്തിൽ ജീവിച്ചിരുന്നത് പോലെ നാമും ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ ഈശോനാഥൻ ഭരണം നടത്തണം. മരിയാംബിക രാജ്ഞിയായി വാഴണം. അതോടൊപ്പം മാർ യൗസേപ്പിനും കുടുംബത്തിൽ സ്ഥാനം നൽകുക. കുടുംബങ്ങളിൽ പ്രാർത്ഥന ജപിക്കണം. കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പരസ്പര സ്നേഹം പരിപുഷ്ടമാക്കണം. കുടുംബാംഗങ്ങളിൽ പരസ്പര സ്നേഹവും സേവന സന്നദ്ധയും ഉണ്ടായിരിക്കണം. സന്താനങ്ങളുടെ നല്ല വളർത്തലിൽ ശ്രദ്ധ പതിപ്പിക്കുക. മാതാപിതാക്കന്മാർ കത്തോലിക്ക വിദ്യാഭ്യാസം അവർക്ക് നൽകുക. സൽഗ്രന്ഥങ്ങളും പത്രമാസികകളും അവിടെ പ്രവേശിക്കട്ടെ. അശ്ലീലമായവ കുടുംബാന്തരീക്ഷത്തെ മലീമസമാക്കും. വിശുദ്ധ ഗ്രന്ഥ പാരായണം എല്ലാ ദിവസവും കുടുംബങ്ങളിൽ പ്രാർത്ഥനയോടൊപ്പം നിർവഹിക്കണം. വിവാഹം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ കുടുംബജീവിതത്തിനുള്ള കൂദാശയാണ്. മിശിഹായും സഭയും തമ്മിലുള്ള ഐക്യത്തിൻ്റെ പ്രതീകം. മൗതിക ശരീരത്തിൻ്റെ പ്രതിരൂപം. തിരുക്കുടുംബത്തിൻ്റെ മാതൃക. സംഭവം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് മുറിവേറ്റ് മരണവുമായി മല്ലടിക്കുന്ന അസംഖ്യം പടയാളികൾക്ക് ബംഗാളിലെ ഒരു പട്ടണത്തിൽ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തരായ സന്യാസിനികൾ അഭയം നൽകി. ആശുപത്രിയും മഠവും നിർമൂലമാക്കുവാൻ ശത്രുക്കൾ പരിശ്രമിച്ചു. പലവട്ടം ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഒരു ഹെലികോപ്റ്ററിൽ ശത്രുക്കൾ പറന്നെത്തി. ജീവജാലങ്ങൾ നിദ്രയിലാണ്ട സമയം. കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് കടന്നു വന്ന വിമാനം പട്ടണത്തിന് മുകളിൽ റോന്തു ചുറ്റുകയാണ്. വിമാനം കടന്ന കാര്യം കാവൽ പട്ടാളക്കാർ അറിഞ്ഞു. അപകട സൂചനയോടെ സൈറൺ മുഴങ്ങി. മഠത്തിലെ സന്യാസിനികൾ ഭയന്ന് വിറച്ചു. സകലതും ബോംബിൻ്റെ തീച്ചൂളയിൽ കരിഞ്ഞു ചാമ്പലാകാൻ അധിക സമയമില്ല. ഏകാവലംബമായ യൗസേപ്പിൻ്റെ സഹായം തേടുവാൻ അവർ തീരുമാനിച്ചു. ഈ പുണ്യതാതൻ്റെ സമക്ഷം കണ്ണീരോടെ കൂട്ടപ്രാർത്ഥന നടത്തി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അത് ആകാശത്തിൽ വലിയ തീപടലം. എല്ലാവരും ഞെട്ടിവിറച്ചു. ഒരു പീരങ്കി പോലും ചലിച്ചില്ല. തോക്കുകൾ നിറയൊഴിച്ചില്ല. അത്ഭുതം! ബോംബിടുന്നതിന് മുമ്പ് വിമാനം എന്തോ തകരാറ് മൂലം കത്തിയെരിഞ്ഞ് താഴെ വീണതാണ്. ബോംബിൻ്റെ യാതൊരു കെടുതിയും ഉണ്ടായില്ല. വിമാനാപകടത്തിൽ പരിക്കേറ്റ 3 പട്ടാളക്കാരെ സന്യാസിനികൾ തങ്ങളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ
തങ്ങളെ സംരക്ഷിക്കുവാൻ വന്ന സൈനികരെ പരിചരിക്കുവാനുള്ള സ്ഥിതിവിശേഷമാണ് മാർ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തദാസരായ ആ സഹോദരിമാർക്കുണ്ടായതും. തങ്ങളെ കാത്തു പരിപാലിച്ച മാർ യൗസേപ്പിന് അവർ നന്ദി പറഞ്ഞു. ജപം. തിരുക്കുടുംബത്തിൻ്റെ നാഥനായ മാർ യൗസേപ്പെ, ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹസേവനങ്ങളുടെ വിളനിലമാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ക്രിസ്തീയമായ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. ഈശോയും പരിശുദ്ധ കന്യകയും വന്യപിതാവെ അങ്ങും ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്നിഹിതരായി കുടുംബാന്തരീക്ഷത്തെ പവിത്രീകരിക്കണമേ. അപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിൻ്റെ പ്രതീകമാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തലമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാർ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാർ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തിരുമേനിയോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. തിരുക്കുടുംബത്തിന്റെ സംരക്ഷക, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹ ചൈതന്യത്തിൽ സംരക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ സംരക്ഷക, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹ ചൈതന്യത്തിൽ സംരക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ സംരക്ഷക, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹ ചൈതന്യത്തിൽ സംരക്ഷിക്കണമേ.